ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നവംബർ മാസം 29-ാം തീയതി NS പോസ്റ്റ് ചെയ്ത അതേ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ചെറുവിരലെടുക്കാത്ത പോലീസാണ് ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിൽ നടപടിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നോ? ചോദ്യം കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റേതാണ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടികൾ കാണുമ്പോൾ അങ്ങനെ ആർക്കും തോന്നിപ്പോകും. കാരണം മൈക്കിനെതിരെ കേസ്, പാരഡി ഗാനം എഴുതിയവർക്കും പാടിയവർക്കുമെതിരെ കേസ്, ഇപ്പോൾ ഇതാ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും കേസ് എടുത്തിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചത് പോകുന്നത് അല്ലാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ബെയിലബിൾ ഒഫൻസിന് കേസെടുത്തൊരു കേസിൽ വീട്ടിൽ പോയി രാവിലെ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടി കേരളത്തിന്റെ നിയമ നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു BP വർദ്ധിച്ചുകൊണ്ട് BP കൂടിയതുകൊണ്ട് ഇവിടെ കാണിച്ചു, ഡോക്ടർമാർ ഇവിടെ തന്നെ കഴിയാൻ പറഞ്ഞിരിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് പോലീസിൽ പോകുന്നതിനോ നിയമത്തിനോ ഒരു പേടിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതിന് കനത്ത വില ഈ സർക്കാരും ഈ പാർട്ടിയും നൽകേണ്ടതാണ്. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു മാത്രമല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ശബരിമല സ്വർണ്ണക്കള്ള നടക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക. അത് രണ്ടാളിൽ ജയിലിൽ കിടക്കുകയാണ് CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എനിക്കെതിരെ കേസ്, എന്നിട്ട് കണ്ടില്ലേ? പിണറായി വിജയന്റെ പോലീസ് സ്വീകരിച്ച നടപടി അന്യായവും അകാരണവുമാണ്. ഈ നടപടി ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. അർഹിക്കുന്ന അപകടത്തോടുകൂടി ഞങ്ങൾ തള്ളുകയാണ്. ഒരു കാര്യം ഓർപ്പിക്കുന്നു, അകാരണമായ ഈ നടപടിക്ക് കടുത്ത വില പോലീസ് നൽകേണ്ടി വരും. N. സുബ്രഹ്മണ്യന്റെ വീട്ടിൽ ഒരു വലിയ കുറ്റവാളിയെ പോലെ രാവിലെ പോയി വളഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രഭാത കൃത്യങ്ങൾക്ക് പോലും സമയം കൊടുക്കാതെ കസ്റ്റഡി എടുത്തുകൊണ്ടുവന്ന പോലീസുകാരൻ ഓർത്തിരുന്നോളൂ, അതിന് കനത്ത വില നൽകേണ്ടി വരും. CPM-നെ കുറിച്ച് പറയാം. ഇന്ന് പല പഞ്ചായത്തുകളിലും അധികാരം നഷ്ടപ്പെട്ട ദിവസമാണ്. അത് അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ NS നടപടി. NS-നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകളൊക്കെ തൂത്തുവാരുകയാണ് ജില്ലയിലെ UDF. അതിൽ നിന്നും വാർത്ത തിരിക്കുവാനുള്ള ഒരു അടവ് കൂടിയായിരിക്കാം ഇത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, എന്ത് ജാമ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയോന്നറിയില്ല. ഞങ്ങൾ പോയി സംസാരിച്ചു, കൂട്ടി വന്നു, അദ്ദേഹം മൊഴിയെടുത്തു. ഇനി കേസ് രജിസ്റ്ററുണ്ടല്ലോ, അതങ്ങനെ കേസിലെ FIR-ൽ എല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിരുന്നു. ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുത്തൊരു കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ പോയി അകാരണമായി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നടപടി കേരളത്തിലെ നീതി നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് വിട്ടു. N. സുബ്രഹ്മണ്യൻ ഇന്നലെ മുഴുവൻ സമയവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ട്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ പോലെ, വിളിച്ചാൽ പോലെ വരില്ലേ? എന്തിനാണ് ഈ നടപടി? ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ചെയ്യുന്ന പോലീസ്, ഈ ചേവായൂർ സ്റ്റേഷനിലെ പരിധിയിൽ DYSP AC ആയിരുന്ന ഉദ്യോഗസ്ഥൻ പെൺവാണിഭ കേസിൽപ്പെട്ട് സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിനെതിരെ പെറ്റി കേസെടുക്കാത്ത പോലീസ്. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നവംബർ മാസം 29-ാം തീയതി NS പോസ്റ്റ് ചെയ്ത അതേ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ചെറുവിരലെടുക്കാത്ത പോലീസാണ് ഞങ്ങളുടെ രാഷ്ട്രീയ കാര്യത്തിൽ നടപടിക്കുന്നത്. ഈ നടപടിയെ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിട്ടു. ഞങ്ങളിതാ NS ഇറക്കി പോകുന്നു. ഇനി അങ്ങോട്ട് നിയമപരമായി നേരിടും. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഇത് ഇല്ലല്ല, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ജാമ്യത്തിന് വിട്ടതാണ്. ബെയിലബിൾ ഒഫൻസ് അല്ലേ? അതെ, സ്വന്തം ജാമ്യം ബെയിലബിൾ ഒഫൻസ് അല്ലേ? നിങ്ങൾ അറിയിക്കണം. അതായത് ഒരു പെറ്റി കേസ് തുല്യം. അതിനാണ് ഈ അറസ്റ്റ്. ഏതായാലും ഇതിനെ ഇനി ഞങ്ങൾ നിയമപരമായി പോരാടുന്നത്.